ഏറ്റവും താഴെ തുടങ്ങിയാൽ അതിൽ താഴെ പോകാൻ ആരും പറയില്ലല്ലോ. എൻ്റെ അടുത്ത വളരെ കുറച്ച് ആൾക്കാരോട് കടം വാങ്ങിയിട്ടാണ് ഞങ്ങൾ ആദ്യം ഈ സ്ഥാപനം കടം കൊണ്ടാണ് കാലിക്കറ്റ് നോട്ട്ബുക്കിന്റെ തുടക്കം. ഒരു വലിയ ഇൻവെസ്റ്റ്മെന്റിൽ സ്ഥാപനം തുടങ്ങി. ആ സ്ഥാപനം തുടങ്ങി ഒരു ഏകദേശം ഒരു 3 വർഷം കഴിഞ്ഞപ്പോൾ ഒരു ദിവസം റൺ ചെയ്ത് ഏറ്റവും പീക്ക് സമയം റൺ ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ വന്നിട്ട് പറയുകയാണ് ഇത് ഇന്ന് ക്ലോസ് ചെയ്യണം. സാമ്പത്തിക നഷ്ടത്തിലുപരി അന്ന് 85 സ്റ്റാഫ് ഉണ്ടായിരുന്നു. ആ സ്റ്റാഫിനെ വെച്ച് നമ്മളത് ക്ലോസ് ചെയ്തത്. ഒരു സ്ഥാപനത്തിൻ്റെ ഗ്രോത്ത് കണ്ടുകൊണ്ട് മറ്റൊരു സ്ഥാപനം ഓപ്പൺ ചെയ്യാൻ പോകരുത്. ആ സ്ഥലത്ത് റെസ്റ്റോറൻറ്റ് തുടങ്ങിയപ്പോൾ ഞങ്ങൾക്ക് ഗോഡ് ഗ്രേസ് ഒരു 7 days കൊണ്ട് ഞങ്ങൾ ബ്രേക്ക് ഈവൻ ബിസിനസ്സിലേക്ക് 7 ദിവസം കൊണ്ട് എത്താം. എത്ര എംപ്ലോയീസ് ഉണ്ട്? ഞങ്ങൾക്ക് 690 പേർക്ക് നമ്മൾ തൊഴിൽ കൊടുത്തു. മനുഷ്യരാശിയുള്ളിടത്തോളം കാലം 3 ഇൻഡസ്ട്രി തകരില്ല എന്ന് പറയും. 1 വസ്ത്രം, 2 പാർപ്പിടം, 3 ഭക്ഷണം. ഈ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ റെസ്റ്റോറൻറ്റുകളും ഹോട്ടലുകളും തുടങ്ങി അടച്ചു പോകുന്നത് നമ്മൾ കാഴ്ച കണ്ടിട്ടുണ്ട്. എന്നാൽ ആ മേഖലയിൽ വിജയിക്കുക അതൊരു വലിയ അപൂർവമായ കാര്യം തന്നെയാണ്. ചുരുക്കം ചില ബ്രാൻഡുകളെ നമ്മൾ വളർന്നു കണ്ടിട്ടുള്ളൂ. ഹായ്, ഞാൻ ഷമീം റഫീഖ്, കോർപ്പറേറ്റ് ട്രെയിനർ, ബിസിനസ് കോച്ച്. സ്പാർക്കിൻ്റെ ഒരു പുതിയ മിഡിൽ ഈസ്റ്റ് എഡിഷനിലേക്ക് സ്വാഗതം. ഇൻസിഡൻ്റലി നമ്മുടെ നാട്ടിൽ നിന്ന് ദുബായിലേക്ക് വന്ന് ദുബായിൽ ഒരു റെസ്റ്റോറൻറ്റ് ചെയിൻ തുടങ്ങി ഒരു നല്ല ബ്രാൻഡ് പടുത്തുയർത്തി ഇന്ന് സമൂഹം മുഴുവൻ നല്ലൊരു ബ്രാൻഡാണെന്നും അവിടുത്തെ നല്ല ഭക്ഷണമാണെന്നും അംഗീകരിച്ച ആ സ്ഥാപനത്തിൻ്റെ പിന്നിലുള്ളൊരു സാരഥിയാണ് എന്നോടൊപ്പം ഇരിക്കുന്നത്. സ്നേഹാദരവോടുകൂടി സ്പാർക്കിൻ്റെ പുതിയ മിഡിൽ ഈസ്റ്റ് എഡിഷനിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു സതീഷിനെയാണ്. സതീഷ്, താങ്ക് യു സോ മച്ച്. സ്വാഗതം സ്പാർക്കിലേക്ക്. താങ്ക് യു വെരി മച്ച്. ഞാൻ താങ്കളെ പരിചയപ്പെട്ട ആ സമയം തൊട്ട് ഞാനൊരു കാര്യം ശ്രദ്ധിച്ചു. വളരെ ഹമ്പിൾ ആൻഡ് ഡൗൺ ടു എർത്ത് ആയിട്ടുള്ള ഒരാളാണ്. നമ്മളെപ്പോലെ സാധാരണക്കാരനാണ്. എന്നാൽ ദുബായിൽ വന്ന് ഒരു റെസ്റ്റോറൻറ്റ് ചെയിൻ ഉണ്ടാക്കാൻ താങ്കൾക്ക് സഹായിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഇൻ്റർവ്യൂ എനിക്ക് പ്രിയപ്പെട്ടതാണ്. നോട്ട്ബുക്ക്, കാലിക്കറ്റ് നോട്ട്ബുക്ക് എന്ന ആ പ്രസ്ഥാനം എനിക്ക് ഉറപ്പാണ് പ്രേക്ഷകർക്ക് അറിയാം. താങ്കൾ അതിൻ്റെ പിന്നിൽ സാരഥിയുമാണ്. നമുക്ക് തുടക്കം തന്നെ ചോദിക്കാം, താങ്കളുടെ നാട് എവിടെയാണ്? ഞാൻ കണ്ണൂർ ജില്ലയിലുള്ള ശ്രീകണ്ഠാപുരം എന്ന് പറയുന്ന സ്ഥലത്ത് എള്ളരിഞ്ഞി എന്ന ഗ്രാമത്തിലാണ് എൻ്റെ ജന്മം. പഠിച്ചത് SES കോളേജിലാണ്. അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ ഒരു ചെറിയ റിഫ്രഷ്മെൻറ്റ് കാറ്ററിംഗ് കോഴ്സ് കഴിഞ്ഞിരുന്നു. ഗവൺമെൻറ് ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് കണ്ണൂർ ഒരു ചെറിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടായിരുന്നു. അവിടെ നിന്നായിരുന്നു ഞാൻ ചെറിയ കാറ്ററിംഗ് കോഴ്സ് കഴിഞ്ഞത്. കാറ്ററിംഗ് കോഴ്സ്. പിതാവ് ജോലി? അച്ഛൻ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്നു. കോടതിയിൽ KP രാഘവൻ നമ്പ്യായിരുന്നു അച്ഛൻ്റെ പേര്. അമ്മ ഹൗസ് വൈഫാണ്. താങ്കളപ്പോൾ ഈ ഫുഡ് ക്രാഫ്റ്റ് പഠനം കഴിഞ്ഞ ആദ്യത്തെ ജോലി എന്തായിരുന്നു? ശരിക്കും പറഞ്ഞാൽ ആദ്യത്തെ ജോലി ഞാൻ ഈ പഠനത്തോടൊന്നിച്ച് തന്നെ ഞാൻ ഓട്ടോറിക്ഷ ഓടിക്കുമായിരുന്നു. ഓട്ടോറിക്ഷ ഓടിക്കുന്ന ഒരു ജോലി ഉണ്ടായിരുന്നു കുറച്ച് കാലം. ഒരു ശ്രീകണ്ഠാപുരം ടൗണിൽ ഒരു 5-6 മാസം ഈ കാറ്ററിങ്ങിന് പോകുന്ന ഇടവേളകളിൽ ഞാൻ ഓട്ടോറിക്ഷ. അത് എന്തിനാണ്? പോക്കറ്റ് മണിക്ക് വേണ്ടിയിട്ടാണ്. അത്യാവശ്യം പണി ഉണ്ടാക്കുക. പിന്നെ അതൊരു സർവീസാണ്, നല്ലൊരു സർവീസ്. അന്ന് 3 രൂപയാണോ 5 രൂപയാണോ തോന്നുന്നു അന്ന് മിനിമം ചാർജ് ഉണ്ടായിരുന്നു. അപ്പോൾ ഓട്ടോറിക്ഷ ഓടിച്ചുകൊണ്ടാണ് ജീവിതത്തിൽ ആദ്യത്തെ വരുമാനം ഉണ്ടായത്. പക്ഷെ പഠിച്ചത് ഫുഡ് ടെക്നോളജി, ഫുഡ് ക്രാഫ്റ്റിംഗ് ആണ്. അപ്പോൾ ആ മേഖലയിലേക്ക് എപ്പോഴാണ് കിടക്കുന്നത്? ഫുഡ് ക്രാഫ്റ്റ് ആ മേഖലയിൽ കഴിഞ്ഞ് ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ കോഴ്സ് കഴിഞ്ഞ ശേഷം തന്നെ കോഴിക്കോട് പാരമൗണ്ട് ടവർ, അന്ന് കേരളത്തിലെ തന്നെ 2 സ്റ്റാർ ഹോട്ടലിൽ മെയിനായിട്ടൊരു ഹോട്ടലായിരുന്നു. പാരമൗണ്ട് ടവർ എന്ന് പറഞ്ഞൊരു ഹോട്ടലിലെ ബാങ്കറ്റിംഗ് ബോയ് ആയിട്ടായിരുന്നു എൻ്റെ ആദ്യത്തെ തുടക്കം. ബാങ്കറ്റ് ബോയ്, അത് ശരി. അപ്പോൾ ബാങ്കറ്റ് ബോയ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ മീറ്റിങ്ങുകളുടെ ഹാളുകളുടെ ക്ലീൻ ആക്കുക, ടേബിൾ എടുത്ത് കൊണ്ടുപോവുക, അങ്ങനെയൊക്കെയാണ്. അതാണ് ആ ഹോട്ടലിലെ ഏറ്റവും താഴ്ന്ന ജോലി. ആ ജോലിയിലേക്ക് എത്തിപ്പെട്ടത് എങ്ങനെയാണ്? അല്ല, ഞാനവിടെ പോകുമ്പോൾ എൻ്റെ കൂടെ വേറെ 3-4 പേരുണ്ടായിരുന്നു. അപ്പോൾ അവരെല്ലാം ചൂസ് ചെയ്ത് വെയിറ്റർ അങ്ങനെയൊക്കെ. ഞാൻ ബാങ്കറ്റിംഗ് പോയി ചൂസ് ചെയ്തെടുക്കാൻ അതിൽ താഴ്ന്ന ഒരു ജോബ് അവിടെ ഇല്ല. ഏറ്റവും താഴ്ന്ന ജോബ് പാത്രം കഴുകലും താഴെയാണ് ഈ ബാങ്കറ്റിംഗ് പോയി. അത് ശരി. ബാങ്കറ്റ് വേറെ ടേബിൾ എടുത്തുകൊണ്ട് വരും. അപ്പം അന്ന് നല്ലൊരു ഹെൽത്തി 19 years 20 years അല്ലേ ഉള്ളൂ. അപ്പോൾ അത് എടുത്തു കഴിഞ്ഞാൽ എനിക്ക് മുകളിലോട്ട് പോകാൻ പറ്റുമല്ലോ ഒരു ചിന്ത ഉണ്ടായിരുന്നു. താഴോട്ട് നോക്കേണ്ട ആവശ്യം. ഏറ്റവും താഴെ തുടങ്ങിയാൽ മുകളിലോട്ട് പോകാം. ഏറ്റവും താഴെ തുടങ്ങിയാൽ അതിൽ താഴെ പോകാൻ ആരും പറയില്ലല്ലോ. അപ്പോൾ ആരെയും വലിയൊരു പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. നമുക്ക് പടിപടിയായിട്ട് ഉയരാൻ പറ്റുമെന്നൊരു ചിന്ത അന്ന് നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഉണ്ടായിരിക്കാം. അതാണ് അന്ന് ഉണ്ടായിരുന്നോ ഇല്ലായിരിക്കും അറിയില്ല.
അങ്ങനെ ബാങ്കറ്റ് ആയി തുടങ്ങി. പിന്നീട് അവിടുന്ന് അടുത്ത പൊസിഷൻ അവിടുന്ന് ഒരു വെയിറ്റർ, ഒരു ഓർഡർ ടേക്ക് ക്യാപ്റ്റൻ അങ്ങനെയൊക്കെ നിന്നപ്പോഴാണ് പിന്നെ ഒരു ചെറിയ സ്ഥാപനം തുടങ്ങാൻ വേണ്ടിയിട്ട് ബീച്ച് സൈഡിലൊരു ചെറിയൊരു മമ്മാസ് ആൻഡ് പപ്പാസ് എന്ന് പറയുന്ന ഫേമസ് ആയ ഒരു ബർഗർ ഷോപ്പ് ഉണ്ട്. അതിൻ്റെ പിറകിൽ ഒരു ചെറിയ റെസ്റ്റോറൻറ്റ്സ് നമ്മൾ തുടങ്ങാം. അത് ചെറുപ്രായത്തില് അതൊരു 21 വയസ്സിൽ. 21 വയസ്സിൽ ആദ്യം തന്നെ. അതായത് താങ്കൾ അവിടെ ഒരു ഹോട്ടൽ ജീവനക്കാരനാണ്. അതെ, അത് പണമില്ല കയ്യിൽ. അത് അടഞ്ഞു കിടക്കുന്ന ഒരു റെസ്റ്റോറൻറ്റ്. ഞാനും എൻ്റെ ഒരു ഫ്രണ്ട്, ഒരു ബാബു എന്ന് പറഞ്ഞൊരു ഫ്രണ്ട്, ഞങ്ങൾ രണ്ടുപേര് കൂടിയാണ് അത് എടുത്തത്. ഒരു 6-7 മാസം നടത്തിയിട്ടുള്ളൂ. അതിൻ്റെ ഡിഫിക്കൽറ്റി ഭയങ്കര. അല്ല, അതിനുള്ള മൂലധനമാപ്പോ? അല്ല, മൂലധനം ഇല്ല. കാരണം അത് ഒരു റെസ്റ്റോറൻറ്റ് അടച്ചായിരുന്നു. ഒരു വലിയൊരു ലേഡി ആയിരുന്നു എൻ്റെ ഓണർ, വയനാട്ടിലുള്ള. അപ്പോൾ അവർ താമസിക്കുന്നത് 5-ാം ഗേറ്റിൽ അവിടെ. അപ്പോൾ ഡെയിലി ഒറ്റ ഗ്യാരണ്ടി ഉള്ളൂ, ഈ ഷോപ്പ് ക്ലോസ് ചെയ്തിട്ട് ഈ ചാവി ഇവരെ വീട്ടിൽ കൊണ്ട് കൊടുക്കും. അപ്പോൾ ഡെയിലി റെന്റിലാണ്. ഈ ചാവി കച്ചവടത്തിന് നെറ്റ് എടുത്ത് കൊടുക്കുക. അപ്പോൾ അത് ഈ 5 കിലോമീറ്റർ ദൂരം സൈക്കിൾ ചവിട്ടിയിട്ടാണ് നമ്മൾ ചാവി അവിടെ കൊണ്ട് കൊടുക്കുക. അത് 10 കിലോമീറ്റർ. അന്നത്തെ എക്സസൈസ് അതായി എന്നുള്ളത് മാത്രമേ. അപ്പോൾ അത് അങ്ങനെ അത് രാവിലെ ഇത് വാങ്ങാനും പോകണം. രാവിലെ സൈക്കിളിൽ ഈ ചാവി വാങ്ങാൻ ഒരു ദിവസം ഞാൻ പോയാൽ, ഒരു ദിവസം എൻ്റെ ഫ്രണ്ട് ബാബു, നല്ല കഷ്ടപ്പാടായിരുന്നു. പക്ഷെ അത് അടക്കേണ്ടി വന്നു. അതടച്ചതിന് ശേഷം പിന്നെ കാലിക്കറ്റിലെ ഫ്രാൻസിസ് റോഡിൽ ബിംബീസ് എന്ന് പറഞ്ഞിട്ട്, ബിംബീസ് പിന്നെ ഫാസ്റ്റ് ഫുഡ് എന്ന് പറഞ്ഞിട്ട് ഞങ്ങളൊരു ടീ ഷോപ്പ് കൂടെ. ആ ടീ ഷോപ്പിൽ ഫ്രാൻസിസ് റോഡിൻ്റെ മുക്കിലും മൂലക്കും ഞങ്ങൾ അടുത്ത കടകളിലൊക്കെ ഞങ്ങൾ ചായ നടന്ന് വിറ്റിട്ടുണ്ട്, വണ്ടിയിലൊക്കെ ചായ വിറ്റിട്ടുണ്ട്. പക്ഷേ അതും എന്തുകൊണ്ടോ അന്ന് സക്സസ് ആയില്ല. ഒരു 1.5 വർഷം കഴിഞ്ഞപ്പോൾ ഞാനത് വേറൊരാൾക്ക് കൊടുക്കുകയായിരുന്നു. ഞങ്ങളത് വിറ്റിട്ട് ഞങ്ങൾ രണ്ടും 2 വഴിക്ക്, ബാബുവിൻ്റെ വഴിക്ക് പോയി, ഞാൻ എൻ്റെ വഴിയിലേക്ക്. സതീഷ് പിന്നെ എന്താ ചെയ്തത്? ഞാൻ അവിടെ നിൽക്കുമ്പോൾ എനിക്ക് കൊച്ചി സീഗിൾ എന്ന് പറഞ്ഞ ഒരു ഹോട്ടലുണ്ടായിരുന്നു. അന്ന് ഫോറിനേഴ്സിന് മാത്രം അക്കോമഡേഷൻ കൊടുക്കുന്ന ഒരു ഹോട്ടലായിരുന്നു. ആ ഹോട്ടലിലേക്ക് തന്നെ അതിൻ്റെ ഓണറും അതിൻ്റെ ജനറൽ മാനേജറും കാലിക്കറ്റ് വിസിറ്റ് ചെയ്യാൻ പോയി. യാദൃശ്യമായിട്ട് എൻ്റെ ഒരു ഫ്രണ്ടിനെ കാണുകയാണ്. അപ്പോൾ അവരോട് പറഞ്ഞിട്ട് ഒരാളെ വേണമെന്ന് പറഞ്ഞപ്പോൾ ഒരാളുണ്ട്, നിങ്ങൾ നോക്കുമെന്ന് പറഞ്ഞിട്ട് ഞാൻ പോവാണ്. അവിടെ പോയി ജോയിൻ ചെയ്തപ്പോൾ അവരെന്നോട് പറഞ്ഞു, ഒന്നും ചെയ്യണ്ട, 1 മാസം നീ ഇവിടെ ഒന്ന് കറങ്ങുന്നു പറഞ്ഞു. 15 ദിവസം കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഈ മാനേജർ പോവാണ്, ഈ റെസ്റ്റോറൻറ്റ് മാനേജറായിട്ട് ഒരു ഹോട്ടൽ, ഒരു റൂംസ് ഉണ്ട്, 10 റൂംസ് ഉണ്ട്, ഇതിൻ്റെ മാനേജറായിട്ട് എന്നെ പോസ്റ്റ് ചെയ്തിരിക്കുന്നു. അങ്ങനെയാണ് എൻ്റെ ആദ്യത്തെ ഒരു മാനേജർ പോസ്റ്റിലുള്ള സ്ഥാപനം സീഗിൾ എന്ന മാനേജറായി. അവിടെ ഒരു 2.5 വർഷം ഉണ്ടായിരുന്നു ഞാൻ അവിടെ ലോങ്. ഞാനങ്ങനെ ഒരു സ്ഥലത്ത് പെട്ടെന്ന് പോകുന്നില്ല. ലീഡർഷിപ്പ് ടീമിനെയൊക്കെ മാനേജ് ചെയ്യാൻ അവിടെ നിന്നാണ് പഠിച്ചത്. അവിടെ പലതരം സാധാരണ ആൾക്കാരുണ്ടായിരുന്നു, വിദേശികളായിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. അവരൊക്കെ മിങ്കിൾ ചെയ്യാനും അവരുടെ ക്യാരക്ടർ പഠിക്കാനും നമുക്ക് ഒരുപാട്. അത് കഴിഞ്ഞിട്ട് എന്താണ് ചെയ്തത്? അത് കഴിഞ്ഞ് ഞാൻ നാട്ടിലേക്ക് തിരിച്ചുപോയി. നാട്ടിലൊരു ചെറിയ റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു, അവിടെ ഒരു മാനേജറായിരുന്നു. പക്ഷേ അതെനിക്ക് സക്സസ് ആയില്ല. പിന്നെ തിരിച്ച് ഞാൻ എൻ്റെ നാട്ടിൽ തന്നെ പോയി. അവിടെ എൻ്റെ തൊട്ട് ശ്രീകണ്ഠപുരത്തിനടുത്തുള്ള ഒരാളുടെ, ഒരു മസ്കറ്റിൽ നിന്ന് റിട്ടയർഡായ ഒരു മൊയ്തീൻ കുട്ടി എന്ന് പറഞ്ഞ ഒരാളുടെ ഒരു ബിൽഡിംഗ് കോംപ്ലക്സ് ഉണ്ടായിരുന്നു. അതിൻ്റെ മാനേജറായിട്ടുണ്ടായിരുന്നു 2.5 വർഷം. അദ്ദേഹം താങ്കളെ വലിയൊരു പാഠം പഠിപ്പിച്ച ഒരാളുമാണ്. അതെ. അദ്ദേഹം പഠിപ്പിച്ചൊരു പാഠം ഞാൻ എൻ്റെ സ്റ്റാഫിനോടൊക്കെ പറയും, ഇതൊരു മൊയ്തീൻ കുട്ടി എഫക്റ്റാണെന്ന് പറയാം. കാരണം അയാൾ ഭയങ്കര കർക്കശക്കാരനായിരുന്നു പലതിലും. അയാൾ പറഞ്ഞു, സതീഷേ, എന്ത് സാധനം ഉണ്ടാക്കുമ്പോഴും അത് നീ പശു നെയ്യിൽ പൊരിക്കണം. അപ്പം ഞാൻ പറഞ്ഞു, സാറേ അതിൻ്റെ അർത്ഥം? അപ്പോൾ അതിന് മേലെ നമ്മളെ സംബന്ധിച്ചിടത്തോളം, മലയാളിയെ സംബന്ധിച്ചിടത്തോളം, ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം അതിന് മേലെ വേറൊരു നെയ്യില്ല. അപ്പം നമ്മളൊരു സാധനം പൊരിക്കുമ്പോൾ പശു നെയ്യിൽ പൊരിച്ചു കൊടുത്താൽ പിന്നെ അതിൻ്റെ മേലെ വേറൊരാൾ പൊരിക്കില്ല. അത് എൻ്റെ മനസ്സിലൊരു പാടായിട്ട് ഞാൻ എപ്പോഴും കൊണ്ടു നടക്കുന്നൊരു കാര്യമാണ്. അവിടെ നിന്ന് പിന്നെ അടുത്ത പടി എന്തായിരുന്നോ? അവിടെ നിന്ന് ഇങ്ങനെ നാട്ടിലിങ്ങനെ നിൽക്കുമ്പം അച്ഛന് തോന്നി, പിന്നെ എനിക്കും ഗൾഫിൽ വരുന്നത് ഒരുപാട് മോഹം ഉണ്ടായിരുന്നു. ഈ പാരമൗണ്ട് ടവറിൽ വർക്ക് ചെയ്യുമ്പോൾ ഒരു ഓഫറൊക്കെ ഉണ്ടായിരുന്നു. അന്ന് കിട്ടിയില്ല, പോകാൻ പറ്റിയില്ല. അന്ന് കുവൈത്ത് യുദ്ധം വന്നുകൊണ്ട് പോകാൻ പറ്റില്ല. അങ്ങനെ അച്ഛൻ്റെ ഒരു ഫ്രണ്ട് മുഖാന്തരമാണ് ഞാൻ ദുബായിലേക്ക് വിസിറ്റ് വിസക്കാണ് ആദ്യം വരുന്നത്. ആദ്യം ഒന്ന് എന്ത് ജോലി കിട്ടി? ആദ്യം ഞാൻ ഒരു സ്റ്റാർ ഹോട്ടലിൻ്റെ കാഷ്യറായിരുന്നു. ഒരു ബാർമാൻ കം കാഷ്യറായിരുന്നു. ബാർ നൈറ്റ് ക്ലബിലെ. മദ്യപിക്കുമോ? ഇല്ല, ഞാൻ ജീവിതത്തിൽ ഇന്നുവരെ മദ്യപിച്ചില്ല. സിഗരറ്റ് വലിക്കില്ല. സിഗരറ്റ് വലിക്കാത്ത ഒരാൾക്ക് ജോലി ആദ്യമായിട്ട് ദുബായിൽ വന്നിട്ട് കിട്ടുന്നത് ബാറിൽ. അതുകൊണ്ട് തന്നെ ഞാൻ അവിടെ ഒരു 1.5 വർഷക്കാലം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഇഷ്ടംപോലെ പണം കിട്ടും, പക്ഷേ എനിക്ക് ആ ജോലിയോട് താല്പര്യം ഉണ്ടായിരുന്നില്ല. ഇഷ്ടംപോലെ പണം എന്ന് വെച്ചാൽ യു കാണ്ട് ഇമാജിൻ ഹൗ മച്ച് ഐ ക്യാൻ. ടിപ്സും ഒരുപാട് പൈസ കൊടുക്കുക. വരുന്നവരൊക്കെ അവിടെ പണം കൊണ്ടൊരു നല്ല ലോകം വേറെ. മാരീഡ് ആണോ? ആ സമയത്താണ് മാരേജ് ചെയ്തത്. ഞാൻ കല്യാണം കഴിച്ചത് നിലമ്പൂരിൽ നിന്നാണ്, ബിന്ധ്യ എന്ന പേര്. അപ്പോൾ അവൾ BSc നേഴ്സിംഗ് കഴിഞ്ഞൊരു കുട്ടീനെയാണ് കല്യാണം കഴിച്ചത്. ഞാനിവിടെ കൊണ്ടുവന്നു. 1 വർഷം കഴിഞ്ഞ് ഇവിടെ ഒരു ജോലി കിട്ടി. അപ്പോൾ അത് വളരെ സേഫായി. ഇവിടെ വന്ന് 1 വർഷം കഴിഞ്ഞ ശേഷമാണ് ജോലി കിട്ടിയത്. ആ നേഴ്സിംഗ് ജോലി വൈഫിന് കിട്ടിയത് കൊണ്ട്
എനിക്ക് അതൊരു ലൈഫിലൊരു ടേണിംഗ് പോയിന്റ് ആയി. സെക്യൂരിറ്റി ഉണ്ട്, സെക്യൂരിറ്റി ഉണ്ട്, നമുക്ക് പിന്നെ എന്തും കളിക്കാം. അതായത് ഏത് രീതിയിലും ബാറ്റ് ചെയ്യാം. വാടകയും ഭക്ഷണത്തിന്റെയും പ്രശ്നം ഉദിക്കുന്നില്ല. 10 ഓവറും 10 റണ്ണും 10 ആളും ഉണ്ടെങ്കിൽ പിന്നെ ഒന്നും ചിന്തിക്കണ്ട എന്ന് പറഞ്ഞ പോലെ എന്ന് പറഞ്ഞ പോലെ. പിന്നെ സതീഷ് എന്താ ചെയ്തത്? അവിടെ ഇറങ്ങിയിട്ട് അവിടുന്ന് ഞാൻ ഇറങ്ങി ഒരു സ്വന്തമായിട്ട് ഒരു കഫ്റ്റീരിയ ഉണ്ടായിരുന്നു പാർട്ട്ണർഷിപ്പിൽ. പിന്നെ അനുജനുണ്ടായിരുന്നു അവിടെ. പിന്നെ എനിക്കൊരു പാർട്ട്ണർഷിപ്പിൽ ഒരു ഗ്രോസറി ഉണ്ടായിരുന്നു. ആ 2 സ്ഥാപനമാണ് ഞാൻ എൻ്റെ പാർട്ട്ണർഷിപ്പിൽ ഞാൻ ദുബായിൽ ആദ്യം തുടങ്ങിയത്. അത് നടന്നുകൊണ്ട് നിൽക്കുമ്പോൾ തന്നെ അതിൽ എൻ്റെ ഇൻവോൾവ്മെൻ്റ് ഉണ്ടെങ്കിൽ ഞാൻ പോയി വിസിറ്റ് ചെയ്യൽ മാത്രമേ ഉണ്ടായിരുന്നു. ഒരുപാട് സ്റ്റാഫും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അത് പൂർണ്ണമായി അങ്ങ് സക്സസ് ആയില്ല. സക്സസ് ആയില്ല പറഞ്ഞാൽ പല കാരണങ്ങളുണ്ട്. കുറച്ച് കാലം കൊണ്ടുവരുന്നു ബ്രേക്ക് ഈവനൊക്കെ ആയിരുന്നു. ഒരു പ്രോഫിറ്റബിൾ ബിസിനസ്സോ ഒരു നമ്മളെ രീതി എൻ്റെ മനസ്സിനുണങ്ങുന്ന ഒരു ബിസിനസ്സായിട്ട് വന്നില്ല. അങ്ങനെ നിൽക്കുമ്പോഴാണ് എനിക്കൊരു ജോബ് ഓഫർ വരുന്നത്. സൗത്ത് ഇന്ത്യയിലെ പ്രശസ്തമായ ഒരു ഹോട്ടൽ ഇവിടെ തുടങ്ങുന്നുണ്ട് എന്ന് അറിഞ്ഞാൽ അതിൻ്റെ ഓണർ ഇവിടെ വരുന്നുണ്ട് അറിഞ്ഞത്. ആ ഓണർ ആദ്യമായിട്ട് അയാളെ റൂമിൽ നിന്ന് ആദ്യമായിട്ട് കാണുന്നത് തന്നെയാണ്. അപ്പോൾ ആ സ്ഥാപനം തുടങ്ങുന്നത് 2004 തോന്നുന്നു. 2003 ഞാൻ ഈ വ്യക്തിയെ കാണുന്നത്. അന്ന് മുതൽ ആ സ്ഥാപനം തുടങ്ങുന്നത് വരെ അതിൻ്റെ എല്ലാ ബാക്കപ്പ് വർക്കുകളും ചെയ്തത് ഞാനാണ്. എവറിത്തിങ്, ഇവിടെയുള്ള മാർക്കറ്റിംഗ്, സ്റ്റഡി, എവറിത്തിങ്. അവർ വരുമ്പം പോവുക, വിളിക്കുക ഒക്കെ. എനിക്ക് അന്നേരം വണ്ടിയുണ്ട്, വാഹനമുണ്ട്, എല്ലാം. ഞാൻ പറഞ്ഞില്ല, എൻ്റെ വൈഫാണ്. എനിക്ക് അന്ന് ജോബുണ്ട്, അത് കിട്ടിയതില്ല. അത് നിൽക്കുമ്പോഴാണുള്ളത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നിൽക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റീസ് അവിടെ ജോലിക്ക് ജോയിൻ ചെയ്തത്. അവിടെ ഒരു 2000. അതപ്പോൾ എന്തായിരുന്നു തുടക്ക ശമ്പളം? ശമ്പളത്തിൻ്റെ എന്താ വെച്ചാൽ ആദ്യം എൻ്റെ തുടക്ക ശമ്പളം 1600 ദിറംസ്. അത് 1600 ദിറംസ് ഞാൻ വാങ്ങാൻ വളരെ ചെറിയൊരു എൻ്റെ ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. എന്താണ് ഇന്റർവ്യൂ ഉണ്ട്. എൻ്റെ ഒരു അന്നത്തെ എൻ്റെ ഒരു 5 ദിവസത്തെ 10 ദിവസത്തെ 5 ദിവസത്തെ വരുമാനം ഉണ്ടായിട്ടുള്ളൂ. കാരണം ഞാനന്ന് പോകുമ്പോൾ ഞാൻ ഒരു വർഷത്തോളം ഈ സ്ഥാപനത്തിനോട് കൂടെ ചേർന്ന് നിന്നത് ശമ്പളം വാങ്ങിയിട്ടല്ല, അവരെ കൂടെ ജോയിൻ ചെയ്ത് പോവുകയാണ്. അന്ന് പോകുമ്പോൾ എന്നോട് പറഞ്ഞു, സതീഷ് നിന്നെ മാനേജറാക്കാൻ നമുക്ക് താല്പര്യമുണ്ട്. അപ്പോൾ അവരൊരു മാനേജർ നാട്ടിൽ നിന്ന് വന്നിരുന്നു, മാനേജറാക്കാൻ താല്പര്യമുണ്ട് പറഞ്ഞു. അപ്പോൾ എനിക്കൊരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു, ഒരു പാർക്കിൽ നിന്ന് ഇൻ്റർവ്യൂ, ഒരു ലേഡി ഇൻ്റർവ്യൂ ചെയ്തു. എന്നോട് പറഞ്ഞു, സതീഷിനെ ഇങ്ങനെ മാനേജറാക്കാൻ താല്പര്യമുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഓക്കെ, എനിക്ക് ഏറ്റെടുക്കുന്നതിന് കുഴപ്പമില്ല, പക്ഷേ ഞാൻ ഏറ്റെടുത്താൽ ഞാൻ ഏറ്റെടുത്ത പോലെ ഇരിക്കും, എനിക്ക് പൂർണ്ണമായിട്ട് സ്വാതന്ത്ര്യമാണ് എന്നൊക്കെ പറഞ്ഞാൽ അന്ന് ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ തുറന്ന് പറയായിരുന്നു. അങ്ങനെയാണ് ഞാനത് ഏറ്റെടുത്തത്. അപ്പോൾ അന്ന് എന്നോട് ചോദിച്ചു എത്ര സാലറി വേണം. അപ്പോൾ ഞാൻ ചോദിച്ചു നിങ്ങളുടെ ബേസിക് സാലറി എത്ര ചോദിച്ചു. അന്നേരം എന്നോട് പറഞ്ഞു ഏറ്റവും കൂടുതൽ സാലറി കൊടുക്കുന്നത് ഇവിടെ ഒരു ഷെഫിനാണ്, അയാൾക്ക് 1500 അങ്ങനെ എന്തോ ആണ്. അപ്പോൾ ഞാൻ പറഞ്ഞു അതിൽ നിന്നും ഒരു 100 രൂപ മാത്രം മതി എനിക്ക്, കൂടുതൽ 100 ദിറംസ് മാത്രം മതി എന്ന്. അപ്പോൾ ആ ലേഡി ചിരിച്ചുകൊണ്ട് പോയി. അപ്പം എൻ്റെ നമ്മളെപ്പോഴും സാലറി കുറച്ച് വാങ്ങുമ്പം എൻ്റെ കോൺഫിഡൻസ് കുറവാണെന്നാണ് എല്ലാവരും ചിന്തിക്കുക. അപ്പോൾ അങ്ങനെ ഒരു ചിന്ത പൊതുവേ ഉണ്ട്, എനിക്കങ്ങനെ ഒരു അനുഭവം ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് ഇതിൻ്റെ ഓണർ എന്നെ വിളിച്ചു, സതീഷ് നീ എൻ്റെ കൂടെ വേണം, പക്ഷേ നിൻ്റെ സാലറി ഞാൻ അതല്ല ഉദ്ദേശിച്ചത്, നീ പറഞ്ഞതിൻ്റെ ഡബിളാണ് ഉദ്ദേശിച്ചത് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ എക്സ്പെക്ട് ചെയ്ത് നിങ്ങൾ പറഞ്ഞ ഡബിളല്ല, അതിലും കൂടുതലാണ് ഞാൻ എക്സ്പെക്ട് ചെയ്തത്. പക്ഷേ ഇപ്പം ഞാനത് വാങ്ങാൻ യോഗ്യനല്ല. കാരണം ഇത് നാട്ടിൽ നിന്ന് പണം കൊണ്ടുവന്ന് തുടങ്ങുന്ന ഒരു സ്ഥാപനമാണ്, മനസ്സിലായില്ലേ? അപ്പോൾ ഈ സ്ഥാപനം തുടങ്ങിയിട്ട് ഈ സ്ഥാപനം റൺ ചെയ്ത് നിങ്ങൾ നല്ല പ്രോഫിറ്റബിലിറ്റി ആകുമ്പോഴൊക്കെ എൻ്റെ സാലറിക്ക് നിങ്ങളായിട്ട് മാറ്റം വരുത്തണം, ഞാൻ ചോദിക്കില്ലെന്ന് പറഞ്ഞു. അങ്ങനെയായിരുന്നു എൻ്റെ ആദ്യത്തെ സാലറി ഉണ്ടായിരുന്നു. അത് പിന്നീട് കൂടി ഞാൻ പിരിഞ്ഞു വരുമ്പോൾ ഏകദേശം അതിൻ്റെ 10 ഇരട്ടി, ഒരു 20-25 എല്ലാം കൂടി 20-25-23,000 അന്ന് കിട്ടിയിരുന്നു. ആ സ്ഥാപനം പിന്നീട് വളരുകയും ചെയ്തു. ആ സ്ഥാപനം ഒരുപാട് വളർന്നു. എൻ്റെ ഒരുപാട്. ഞാൻ 10 വർഷത്തോളം അവിടെ ഉണ്ടായിരുന്നു. നല്ല രീതിയിൽ നല്ല എല്ലാ കാര്യങ്ങളും സെറ്റിൽ ചെയ്ത് ഇപ്പോഴും നല്ല കോൺടാക്റ്റിലുണ്ട്. താങ്കൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ എന്താ ചെയ്തത്? അവിടുന്ന് ഇറങ്ങിയത് പ്രത്യേക സാഹചര്യത്തിൽ ഇറങ്ങിയതാണ്. ഇറങ്ങിയൊരു 1-2 മാസം കഴിയുമ്പോൾ എൻ്റെ അതേ സ്വഭാവമുള്ള എൻ്റെ കൂട്ടുകാരായിരുന്ന വേറെ 2 പേരുണ്ടായിരുന്നു. അവർ വിജയനും മിസ്റ്റർ ഗോപി, ഇവരെ 2 പേരും നമ്മൾ കൂടെ നിന്ന് 3 പേര് ഒന്നിച്ചു കൂടിയാണ് ഞങ്ങൾ നോട്ട്ബുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ, ഒരു റെസ്റ്റോറൻറ്റ്, ഒരു ഫുഡ് കൊടുക്കുന്ന ഒരു സ്ഥാപനം സ്റ്റാർട്ട് ചെയ്യണമെന്നൊരു തീരുമാനം ഉണ്ടാക്കിയത്. അതിന് ശേഷം ഒരു ഇറങ്ങിയിട്ട് ഒരു 1-2 മാസം കഴിയുമ്പോഴാണ് അങ്ങനെ ഒരു തീരുമാനത്തിൽ. അങ്ങനെയാണ് ഇന്ന് മലയാളികൾ നെഞ്ചിലേറ്റിയ ഒരു ബ്രാൻഡ് കാലിക്കറ്റ് നോട്ട്ബുക്ക് ഉണ്ടാവുന്നത്. അവിടുന്ന് 9 മാസം 10 മാസത്തോളം കഴിഞ്ഞിരുന്നു. അപ്പോൾ നിങ്ങൾ 3 സാരഥികൾ അതിൻ്റെ പിന്നിലുണ്ട്. അതെ അല്ലേ? താങ്കളും ഗോപിയും, ഞാൻ, ഗോപി, വിജയൻ, ഞങ്ങൾ 3 പേരുണ്ട്. നിങ്ങൾ 3 പേരും കൂടിയാണ്. കൂടിയാണ്. ഈ കാലിക്കറ്റ് നോട്ട്ബുക്ക്
എന്താണ് ഈ നോട്ട്ബുക്ക് എന്ന്? സാധാരണ എന്നെ സംബന്ധിച്ചുള്ള നോട്ട്ബുക്ക് എന്ന് പറഞ്ഞാൽ എഴുതുന്ന പുസ്തകം എന്നുള്ളത്. നോട്ട്ബുക്ക് എന്ന പേര് ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾ യാദൃശ്യമായി ഞങ്ങൾ 3 പേരും ഈ ഫീൽഡിലുള്ളവരാണ്. ഒരുപാട് ഏകദേശം 25 years എക്സ്പീരിയൻസ് ഓരോ ആൾക്കുണ്ട്. ഓക്കെ, ഈ ഫീൽഡിൽ തന്നെ. അപ്പോൾ ഞങ്ങൾ എല്ലാവരും ഞങ്ങൾക്ക് 75 years എക്സ്പീരിയൻസ് എന്ന് പറയാറ്. അപ്പോൾ അത്ര എക്സ്പീരിയൻസ് എല്ലാം ഞങ്ങൾ ഇറങ്ങുമ്പോൾ ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ് വേണ്ടേ. അപ്പോൾ ഞങ്ങൾ പല പേരുകൾ നോക്കുമ്പോൾ ലോകത്തിൽ എവിടെയെങ്കിലും ഒരു പേരുണ്ടാവും. ഞാൻ സാറിൻ്റെ ഒരു റെസ്റ്റോറൻറ്റ് സ്ഥാപനത്തിൻ്റെ പേര് ഞാൻ ഇടുക എന്ന് പറയുമ്പോൾ അതെൻ്റെ ഒരു എന്താ പറയുക, അതിനൊരു മോശമല്ലേ. നോക്കുമ്പോൾ എവിടെ അന്ന് ഗൂഗിളുണ്ട്, സെർച്ച് ചെയ്യാൻ ഗൂഗിളിലൊക്കെ ഉള്ളതുകൊണ്ട് സെർച്ച് ചെയ്യുമ്പോൾ ഗൂഗിൾ എവിടെ നോക്കുമ്പോൾ ഇങ്ങനെ ഒരു പേര് കാണുന്നത്. അപ്പോൾ ആരെയും ഡിസ്റ്റർബ് ചെയ്യാതെ ഒരു പേരുണ്ടാക്കണം എന്നുള്ള തീരുമാനത്തിൽ നമ്മൾ എത്തിയത്. അപ്പോൾ പിന്നെ മാത്രമല്ല, അത് എല്ലാവർക്കും അറിയപ്പെടുന്ന ഒരു പേരായിരിക്കണം, ലോകം അറിയപ്പെടുന്ന ഒരു പേരായിരിക്കണം നോട്ട്ബുക്ക്. അങ്ങനെ ഞങ്ങൾ നമ്മുടെ റൂമിൻ്റെ അകത്ത് ഇങ്ങനെ ആലോചിച്ചപ്പോൾ നോട്ട് നൈഫ് എന്നായിരുന്നു ആദ്യം നമ്മൾ ഉദ്ദേശിച്ചത്. അപ്പോൾ നോട്ട് നൈഫ് ആകുമ്പോൾ അതിനൊരു ഒരു 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 അതായത് നൈഫ് വരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഫുഡിൽ. അതിനൊരു വലിയൊരു ഇതില്ലാതെ കൊണ്ട് നോട്ട് ബുക്ക് എന്ന് പറഞ്ഞു. അങ്ങനെയാണ് നോട്ട് ബുക്ക് നമ്മൾ ചൂസ് ചെയ്യുന്നത്. നോട്ട് ബുക്ക് ചൂസ് ചെയ്ത് വെച്ചാൽ പിന്നെ അതിൻ്റെ മെയിനായ കാര്യം എന്താ വെച്ചാൽ, നോട്ട് ബുക്ക് എന്ന് പറഞ്ഞാൽ 2 നോട്ട് ബുക്ക് ഇന്ന് സാറിൻ്റെ മനസ്സിലുണ്ടാവും. ഒന്ന് ഞങ്ങളുടെ കാലിക്കറ്റ് നോട്ട്ബുക്ക്, 2 നിങ്ങൾ കാലാകാലങ്ങൾ ഉപയോഗിച്ച് വരുന്ന നോട്ട്ബുക്ക്. എത്ര വേറൊന്നും നമ്മുടെ മനസ്സിലല്ല. മലയാള സിനിമ കാലവും മനുഷ്യനും ഒരുപാട് കടന്നാലും നോട്ട്ബുക്ക് ആർക്കും ഉപയോഗിക്കാം. നോട്ട്ബുക്ക് നമ്മുടെ റെസ്റ്റോറന്റ് അല്ലെങ്കിൽ നോട്ട്ബുക്ക്, ഇത് രണ്ടുമാണ്. വളരെ ഷമീർ സാറിന്റെ ക്ലാസ്സിൽ തന്നെ കഴിഞ്ഞ ദിവസം പറഞ്ഞത് നോട്ട്ബുക്ക് എടുത്ത് എഴുതി വെക്കാനാണ് പറഞ്ഞത്. അവിടെ ഇരിക്കുന്ന എല്ലാവരും മനസ്സിലപ്പോൾ മറ്റേ നോട്ട്ബുക്ക് വന്നിട്ടുണ്ട്. അതെ വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു പ്രാവശ്യം എൻട്രി ചെയ്തവർക്ക് ഈ പേര് ഒരിക്കലും മാറും. അപ്പോൾ ആപ്പിളിന് പേരിട്ടത് ആപ്പിളും ഫോണും ആപ്പിളും തമ്മിൽ ഒരു ബന്ധമില്ല. ഞങ്ങൾ നമ്മൾ ചെയ്യുന്ന കർമ്മത്തിലാണ് നമ്മളുടെ റിസൾട്ട്. അതോടൊപ്പം ചോദിച്ചോട്ടെ, ഈ ആദ്യത്തെ റെസ്റ്റോറൻറ്റ് ഒരു മൂലധനം വേണ്ടേ? അത് എവിടെ നിന്ന് കണ്ടെത്തി? ആദ്യത്തെ റെസ്റ്റോറൻറ്റ് മൂലധനം ഇന്നുള്ള ഞങ്ങൾക്കൊരു ഇൻവെസ്റ്റർ ഉണ്ട്, ശക്തമായൊരു ഇൻവെസ്റ്റർ ഉണ്ട്. ആ ഇൻവെസ്റ്റർ ആയിരുന്നു ഈ നമ്മൾ കണ്ട റെസ്റ്റോറൻറ്റ്. ഓക്കെ. ആ റെസ്റ്റോറൻറ്റ് ഒരു വില കെട്ടി, വില കൊടുക്കാതെ ഞങ്ങൾക്ക് തരുക ചെയ്തു. ഓക്കെ. അത്രയും വലിയ വിലയുള്ള സ്ഥാപനം. ഏകദേശം അന്നത്തെ കാലത്ത് 6.5 million മേലെ വിലയുള്ള സ്ഥാപനം 1 രൂപ കൊടുക്കാതെ നമുക്ക് തരുക. അതിൽ ഈ മാർക്കറ്റിൽ നിന്നുള്ള കണക്ഷനും പിന്നെ നമ്മുടെ കയ്യിലുണ്ടായ കുറച്ച് പൈസയും ഈ മാർക്കറ്റിൽ നിന്ന് അത് പറയാതിരിക്കാൻ പറ്റില്ല. എൻ്റെ അടുത്ത വളരെ കുറച്ച് ആൾക്കാരോട് കടം വാങ്ങിയിട്ടാണ് ഞങ്ങൾ ആദ്യം ഈ സ്ഥാപനം വാങ്ങിയ കടം കൊണ്ടാണ് കാലിക്കറ്റ് നോട്ട്ബുക്കിൻ്റെ തുടക്കം. അതിൽ ഇൻവെസ്റ്റർ ഭാഗത്ത് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ എല്ലാ സ്ഥാപനവും ഇൻവെസ്റ്റർ മാത്രമല്ല, ഞങ്ങളും കൂടി ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഞങ്ങളൊരു ഇൻവെസ്റ്ററെ കണ്ടെത്തി അവരെ കൊണ്ട് മാത്രം പണം ഉണ്ടാക്കി റൺ ചെയ്യുന്ന ഒരു സ്ഥാപനമല്ല. നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ആ ഫസ്റ്റത്തെ ആ റെസ്റ്റോറൻറ്റ് ആൾക്കാർ നെഞ്ചിലേറ്റിയോ, ആൾക്കാർ വന്നോ, ഭക്ഷണത്തെക്കുറിച്ച് എന്താ അഭിപ്രായം പറഞ്ഞു? ഫസ്റ്റിലത്തെ റെസ്റ്റോറൻറ്റ് ഗോഡ് ഗ്രേസ് ഞങ്ങൾ ഉണ്ടാക്കിയ റെസ്റ്റോറൻറ്റ് ഒരുപാട് റെസ്റ്റോറൻറ്റ് ഇല്ലാത്ത, എന്നാൽ സറൗണ്ടിങ് ഏരിയയിൽ ഒരുപാട് മലയാളി ഫാമിലി ഉള്ള, ആ ഏരിയയിൽ മലയാളീസ് ഇല്ലാത്ത, അവർക്ക് എത്തിപ്പെടാൻ പറ്റുന്ന ഒരു സ്ഥലത്താണ് ഞങ്ങൾ റെസ്റ്റോറൻറ്റ് തുടങ്ങിയത്. ദേരയിലാണ് റെസ്റ്റോറൻറ്റ് തുടങ്ങിയത്. അന്ന് ദേരയിൽ ആരും ഇങ്ങനെയുള്ള റെസ്റ്റോറൻറ്റ് തുടങ്ങില്ല. ആ സ്ഥലത്ത് റെസ്റ്റോറൻറ്റ് തുടങ്ങിയപ്പോൾ ഞങ്ങൾക്ക് ഗോഡ് ഗ്രേസ് ഒരു 7 days കൊണ്ട് ഞങ്ങൾ ബ്രേക്ക് ഈവൻ ബിസിനസ്സിലേക്ക് 7 ദിവസം കൊണ്ട് എത്താൻ പറ്റി. അതൊരു ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതമായിരിക്കും. കാരണം റെസ്റ്റോറൻറ്റ് 7ാം ദിവസം ബ്രേക്ക് ഈവൻ ആയി. അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഈ മാർക്കറ്റിൽ നല്ല പരിചയം ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും എന്നെ അറിയുന്നവരാണ്, മീഡിയക്കാരായാലും എല്ലാവരും, അവരൊക്കെ എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. കസ്റ്റമർ അവിടെ എത്തിക്കാൻ. അപ്പോൾ അന്ന് എത്ര എംപ്ലോയീസ് ഉണ്ട്? അത് ഞങ്ങൾ 28ഉം ഞങ്ങൾ 3 പേരും 31 സ്റ്റാഫായിരുന്നു അന്ന് ഞങ്ങൾ തുടക്കത്തിലുണ്ടായിരുന്നു. അത് എത്ര സ്ക്വയർ ഫീറ്റ് ആയിരുന്നു? അത് 2200 സ്ക്വയർ ഫീറ്റ്. സക്സസ് ആയി. ഞങ്ങളുടെ റെസ്റ്റോറൻറ്റ് പകുതി കിച്ചൺ ആയിരിക്കും എപ്പോഴും, പകുതി കിച്ചണും പകുതി റെസ്റ്റോറൻറ്റും. 92 സീറ്റ് അങ്ങനെയായിരുന്നു അന്നുണ്ടായിരുന്നത് ആ റെസ്റ്റോറൻറ്റ്. അപ്പോൾ അവിടെ ആ മൊയ്തീൻ എഫക്റ്റ് ഉണ്ടായിരുന്നോ? ഞാൻ ആ മൊയ്തീൻ എഫക്റ്റ് പല സമയം ഞാൻ പറയാറുണ്ട്. നിങ്ങൾ ഫ്രൈ ചെയ്യുമ്പോൾ പശു നെയ്യിൽ ഫ്രൈ ചെയ്യണം, ഏറ്റവും നല്ല ഭക്ഷണം കൊടുക്കണം എന്നുള്ളത് നിങ്ങളുടെ ഏറ്റവും നല്ല ഭക്ഷണം കൊടുക്കണം ഞാൻ പറയും. ഞങ്ങൾ ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള ഭക്ഷണം കൊടുക്കും. നമ്മൾ പണം പിന്നീടാണ്. ഈ കാരണം എന്താ വെച്ചാൽ എൻ്റെ കസ്റ്റമേഴ്സിൽ 80% റിപ്പീറ്റ് കസ്റ്റമേഴ്സാണ്. അത് 80% റിപ്പീറ്റ് കസ്റ്റമറെ റിറ്റെയിൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇമ്പോസിബിളായ കാര്യമാണ്. അതിന് ഹാർഡ് വർക്ക് തന്നെ വേണം. ട്രസ്റ്റ് ഇല്ലാതെ നമുക്ക് നടക്കില്ല. അപ്പോൾ നമ്മുടെ വെറുതെ ഒരു ചോറും കറിയും മാത്രം കൊടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ വളരെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഈ ചോറും കറിയിൽ, സാധാരണ ചോറും കറിയിൽ, നമ്മുടെ മലയാളി ചോറും കറിയിൽ ഒരു മീൻ കറി, ഒരു വെജിറ്റബിൾ കറി, ഒരു വയവല് തോല്. ഞങ്ങളുടെ ചോറും കറീൻ്റെ സൈഡിൽ 13 ഐറ്റംസ് ഉണ്ട്. അത് ഓരോ ഇന്നോവേഷൻ്റെ ഭാഗമായിട്ട് വരികയാണ്. ഇപ്പോൾ അച്ചാർ കൊടുക്കുമ്പോൾ നമ്മൾ അമ്മായി ചമ്മന്തി എന്ന് പറഞ്ഞിട്ട് ചമ്മന്തിയൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ മലയാളീൻ്റെ ടേസ്റ്റ് ബഡ്സ് ഉണർത്തുന്ന സംഭവങ്ങളാണ്. അപ്പോൾ അതൊക്കെ നമ്മൾ ഇതിൻ്റെ അകത്ത് ഇവൻ ബാക്കിയുള്ള ഡിഷസും എല്ലാം വളരെ യുണീക്കാണ്. അതെ, എല്ലാ സാധനങ്ങളും യുണീക്കാണ്. പക്ഷെ ആ ഭക്ഷണത്തിൻ്റെ രുചി കൊണ്ടായിരിക്കണം. അല്ല, അവിടെ നമ്മൾ സക്സസ് ആകാൻ വേറൊരു കാര്യം, നമ്മൾ ഈ മാർക്കറ്റിൽ ഈ സലാഡും സ്റ്റാർട്ടറും 5 സ്റ്റാർ ഫെസിലിറ്റീസിൽ സാധാരണ റെസ്റ്റോറൻറ്റ് കൊടുക്കുക എന്നുള്ളത് നമ്മളൊരു മോട്ടോ ആയിരുന്നു.
അതായത് നമ്മുടെ സ്റ്റാർട്ടേഴ്സ് ഭയങ്കര ഫേമസ് ആണ്. ഈ സ്റ്റാർട്ടേഴ്സ് തന്നെ 5-6 പീസാണ് ഒരു പ്ലേറ്റ് ഉണ്ടാവുക. ഞങ്ങൾ എന്ത് ചെയ്തു, ഓരോ പീസ് സെല്ല് ചെയ്യാൻ തുടങ്ങി. ഓരോ പീസ് സെല്ല് ചെയ്യുമ്പോൾ സ്റ്റാർട്ടേഴ്സ് ഫ്രീ ആയിട്ട് കൊടുക്കുമ്പോഴത്തേക്ക് നിങ്ങൾ അത് നമ്മളെ ഒരു ഫോർ എക്സാമ്പിൾ നമ്മളൊരു കാന്താരി ചിക്കൻ വളരെ ഫേമസ് ആണ്. അതിനകത്ത് 6 പീസാണ് ഒരു പ്ലേറ്റ് ഉണ്ടാവുക, 5 പീസ്. അത് നമ്മൾ ഓരോ പീസ് കൊടുക്കും. അപ്പോൾ സാറിന് ഇപ്പോൾ ചിക്കനാണ് ഇഷ്ടമെങ്കിൽ 2 പീസ് ചിക്കൻ ഓർഡറും, സാറിൻ്റെ വൈഫ് കൂടെ വന്ന വൈഫിന് ഫിഷാണ് ഇഷ്ടമെങ്കിൽ വൈഫിന് ഓർഡർ ചെയ്യാം. 2 ഓരോ പ്ലേറ്റ് ഓർഡർ ചെയ്യണം. അതും പിന്നെ ആ ഒരു ഇന്നോവേഷൻ, അതായത് 5 സ്റ്റാർ ഹോട്ടലിലെ ഫുഡ്, അതേ സംഭവം, ഫുഡ് നല്ലത് 5 സ്റ്റാർ ഹോട്ടലിനേക്കാളും നല്ല ഫുഡ് 5 സ്റ്റാർ ഫെസിലിറ്റീസിൽ. അതായത് ഫെസിലിറ്റീസ് പറയുമ്പോൾ നല്ല പ്ലേറ്റ്, പൊട്ടാത്ത പ്ലേറ്റ്, വാഷ് ചെയ്ത പ്ലേറ്റ്, ക്ലീനായ പ്ലേറ്റ്, വാട്ടറിങ് ഇല്ലാത്ത പ്ലേറ്റ്, ഇതൊക്കെ യൂസ് ചെയ്തുകൊണ്ട് സാധാരണ കിടന്നിലെത്തിച്ചു. അതിന് നമുക്ക് നല്ലൊരു സപ്പോർട്ട് കിട്ടി. അതായത് യങ്സ്റ്റേഴ്സിൻ്റെ നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു. അന്ന് മീഡിയയൊക്കെ നമുക്ക് നല്ലോണം സപ്പോർട്ട് ചെയ്തു. ആ വളർച്ച അങ്ങനെ ഒരു റെസ്റ്റോറൻറ്റ് തുടങ്ങി. പിന്നീട് GCCയിൽ എത്ര റെസ്റ്റോറൻ്റ് ആയി? 2013 ഞങ്ങളെ 2012 ലാസ്റ്റിൽ ഞങ്ങളെ ഫസ്റ്റ് ഔട്ട്ലെറ്റ് ഓപ്പൺ ചെയ്തു. 2016 ജാനുവരി 1, അതായത് 2015 31 ആകുമ്പോഴേക്കും ഞങ്ങൾ 6 ഔട്ട്ലെറ്റ് തുടങ്ങി. അത് UAE മാത്രം? UAE മാത്രം 6 ഔട്ട്ലെറ്റ്. ഈ UAE വിട്ട് പുറത്തേക്ക് പോയോ? പിന്നെ ആ UAE വിട്ട ശേഷം പിന്നെ ഞങ്ങൾ പോയത് നാട്ടിലേക്കാണ്, കൊച്ചിയിലേക്കാണ് പോയത്. കൊച്ചിയിൽ വന്ന് ഞങ്ങൾ തുറന്നു. ഞാൻ നിങ്ങളുടെ കസ്റ്റമറാണ്. അതെ. കൊച്ചിയിൽ വന്ന് തുറന്നപ്പോൾ തന്നെ കൊറോണ വന്നു. പിന്നെ കുറച്ച് കാലം കഴിഞ്ഞിട്ട് നമ്മൾ തുറന്നു. കൊച്ചി കഴിഞ്ഞ് പിന്നെ എങ്ങോട്ട്? കൊച്ചി കഴിഞ്ഞ് ഞങ്ങൾ നേരെ കൊച്ചിയിൽ തുറന്നു. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ഖത്തറിൽ കൊറോണക്ക് മുന്നേ നമ്മളൊരു പ്രോജക്റ്റ് ഉണ്ടായിരുന്നു. പക്ഷേ ഖത്തറിൻ്റെ കാര്യങ്ങളും പിന്നെ അവിടുത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ഒരുപാട് ലോങ് ആയിട്ട് നീണ്ടുപോയി. കൊറോണയ്ക്ക് ശേഷമാണ് ഖത്തറിൽ നമ്മൾ ഓപ്പൺ ചെയ്തത്. പിന്നെ ഖത്തറിൽ അതിനുശേഷം ഞങ്ങൾ ആദ്യം എടപ്പാളിൽ ഞങ്ങൾ ഓപ്പൺ ചെയ്തു. എടപ്പാൾ. അതിനുശേഷം കോട്ടയത്ത് ഓപ്പൺ ചെയ്തു. അതിനുശേഷം ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് സൗദിയിലാണ് നമ്മളെ ഒരു കോഴിക്കോടില്ല 15 ദിവസം. കോഴിക്കോടില്ല. നോട്ട്ബുക്ക് കാലിക്കറ്റിലില്ല. കാലിക്കറ്റില്ല. അതാ ഞാൻ പറഞ്ഞത്, കാലിക്കറ്റ് നോട്ട്ബുക്ക് ഞങ്ങൾ അതിനകത്ത് നോട്ട്ബുക്കിൽ കാലിക്കറ്റും കൂടെ കയറി വന്നല്ലോ. ഈ കാലിക്കറ്റ് ഇടാൻ കാരണം ഞങ്ങൾ ദുബായിലുള്ള ആൾക്കാരാണ്. അപ്പോൾ ദുബായിലുള്ള ഇവിടുത്തെ ലോക്കൽസിനും ഏത് അറബ്സിനും അവരെ ഫുഡ് ഇന്ത്യൻ ഫുഡ് എന്ന് പറഞ്ഞാൽ അവരെ മലബാർ ഫുഡ്, കാലിക്കറ്റ് ഫുഡ്, കാലിക്കറ്റ് ഉച്ചർ ആ ഫുഡ്. അതുകൊണ്ടാണ് കാലിക്കറ്റ് എന്നുള്ള പേരും കൂടെ ഞങ്ങൾ ആഡ് ചെയ്തു. ടോട്ടൽ എത്ര ഔട്ട്ലെറ്റ് ആയി സതീഷ്? ഞങ്ങൾക്കിപ്പോൾ ടോട്ടൽ 11 ഔട്ട്ലെറ്റ് ഉണ്ട്. 2 ഔട്ട്ലെറ്റിൻ്റെ വർക്ക് നടക്കുന്നുണ്ട്. പണ്ട് ഹോട്ടൽ ബാങ്കറ്റ് ബോയ് 12 ഔട്ട്ലെറ്റ്. അതെ അല്ലേ? ഞങ്ങൾക്ക് 11 ഔട്ട്ലെറ്റ്, 2 ഔട്ട്ലെറ്റിൻ്റെ വർക്ക് നടക്കുന്നുണ്ട്. അപ്പോൾ 13 ഔട്ട്ലെറ്റ് വളരെയാണ്. അതെ. വളരെ സക്സസ്ഫുൾ ആയിട്ടൊരു ജേർണി തന്നെയാണ്, അത് പറയാതെ വയ്യ. പക്ഷെ അതിനിടയിൽ പുറത്തു പോയൊരു ഔട്ട്ലെറ്റ് തുടങ്ങുന്ന സമയത്ത് ഒരു ചാലഞ്ചും വന്നു. ഒരു നമ്പർ 1 ചാലഞ്ചായിട്ട് പറയാം. നമ്മളൊരു സ്ഥാപനം തുടങ്ങി, ഒരു വലിയ ഇൻവെസ്റ്റ്മെൻറ്റിൽ ഒരു സ്ഥാപനം തുടങ്ങി. ആ സ്ഥാപനം തുടങ്ങി ഒരു ഏകദേശം ഒരു 3 വർഷം കഴിഞ്ഞപ്പോൾ ഒരു ദിവസം റൺ ചെയ്ത് ഏറ്റവും പീക്ക് സമയം റൺ ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ വന്നിട്ട് പറയുകയാണ് ഇന്ന് ക്ലോസ് ചെയ്യണം. അവിടെ വേറൊരു വൈഡനിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ടാണ്. പെട്ടെന്ന് സഡൻലി അത് ക്ലോസ് ചെയ്യേണ്ടി വന്നു. അത് ക്ലോസ് ചെയ്യേണ്ടി വന്നപ്പോൾ നമുക്ക് സാമ്പത്തിക നഷ്ടത്തിലുപരി അന്ന് 85 സ്റ്റാഫ് ഉണ്ടായിരുന്നു. ആ സ്റ്റാഫിനെ വെച്ച് നമ്മളത് ക്ലോസ് ചെയ്തു. അപ്പോൾ ഞങ്ങൾ പറയില്ല, നമ്മളവിടെ പറന്നെത്തി എന്നൊക്കെ പറയുന്നവർ, ഞങ്ങൾ 3 പേര് അവിടെ എത്തി ഞങ്ങൾ ആ സംഭവം നോക്കി. അവിടെ നോക്കിയപ്പോൾ ഞങ്ങൾക്ക് ഒന്നുകിൽ അവിടുന്ന് പരാജയപ്പെട്ട് തിരിച്ചു പോവാം. പരാജയപ്പെട്ട് തിരിച്ചു പോകുമ്പോൾ ഇപ്പോൾ ഉണ്ടതിനേക്കാൾ കൂടുതൽ പണം വേണം. കാരണം അത്രയും സ്റ്റാഫിനെ നമുക്ക് റിട്ടേൺ ചെയ്ത് വേണം. അവിടെ ഒരുപാട് കാര്യങ്ങൾ തീർക്കാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒന്നുകിൽ അവിടെ വേറെ സ്ഥാപനം തുടങ്ങും. ഞങ്ങൾ 80 സ്റ്റാഫിനെ കൊള്ളുന്ന റെസ്റ്റോറൻറ്റ് പറയുമ്പോൾ മിനിമം ഞങ്ങൾക്ക് ഒരു 200 സീറ്റുള്ള റെസ്റ്റോറൻറ്റ് വേണം. അങ്ങനെ ഞങ്ങൾ നോക്കുമ്പോൾ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട് അവിടെ. ആ റെസ്റ്റോറൻറ്റ് ഓണറെ നമ്മൾ സമീപിച്ചു. ആ ഓണർ സമീപിച്ചപ്പോൾ അയാൾ പറഞ്ഞു ഞാൻ ബിസിനസ്സിൽ ലാഭം ഉണ്ടാക്കുന്നതാണ്, പക്ഷേ ഞങ്ങൾ ഇന്ന സ്ഥാപനമാണ്, ഞങ്ങൾ ഇന്ന ആളാണ് അയാൾക്ക് കേട്ടറിയാം. അതുകൊണ്ട് ഞങ്ങളുടെ എന്താ പറയുക, ആ ബിസിനസ് ചെയ്യുമ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന ഒരു ഓണസ്റ്റി ഇല്ലേ, ആ ഓണസ്റ്റി അയാൾക്ക് അറിഞ്ഞതുകൊണ്ട് അയാൾ നമുക്ക് തരാൻ തയ്യാറായിരുന്നില്ല. ആ റെസ്റ്റോറൻറ്റ് നമ്മൾ വാങ്ങുകയും ആ സ്റ്റാഫിനെ നമ്മളവിടെ റീറ്റെയിൻ ചെയ്ത് ഒരു വിത്തിൻ 1.5 മാസം കൊണ്ട് ഞങ്ങൾ ഫിസിക്കലി അവിടെ നിന്ന് കംപ്ലീറ്റ് ഇൻറ്റീരിയർ ചേഞ്ച് ചെയ്തുകൊണ്ട് മറ്റൊരു ഇൻറ്റീരിയർ നമുക്ക് പറ്റില്ല, ഇൻറ്റീരിയർ ചേഞ്ച് ചെയ്തുകൊണ്ട് നമ്മൾ റീഓപ്പൺ ചെയ്തു. സാർ അത് റീഓപ്പൺ ചെയ്യുമ്പോൾ ഞങ്ങൾക്കുണ്ട ഏറ്റവും വലിയൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ 85 സ്റ്റാഫ് ഉണ്ടായിരുന്നു. അതിൽ പുറത്തുനിന്ന് നമ്മൾ ലേബർ സപ്ലൈ ചെയ്തെടുത്ത ആളുണ്ടായിരുന്നു. ഈ സ്റ്റാഫിനെ നമ്മൾ ഈ ക്ലോസ് ചെയ്യുമ്പോൾ ആ സ്റ്റാഫിന് എവിടെ പോകാനുള്ള അധികാരം ഉണ്ടായിരുന്നു. എവിടെ വേണമെങ്കിലും പോകാം. ഇഷ്ടംപോലെ ഞങ്ങളുടെ സ്ഥാപനത്തിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി ഏത് റെസ്റ്റോറൻറ്റുകാരും അന്നേരം ജോലി കൊടുക്കും. ഞങ്ങളുടെ സാലറി കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ സാലറി കൊടുത്തു. ഒരു സ്റ്റാഫ് പോലും പിരിഞ്ഞു പോകാതെ കംപ്ലീറ്റ് സ്റ്റാഫിനെ അതേപോലെ നിർത്തിക്കൊണ്ട് നമ്മുടെ സ്ഥാപനം തുടങ്ങിയുള്ളതാണ്. അത് നമുക്ക് ഭയങ്കര ഒരു ഇന്നിപ്പോൾ എത്ര എംപ്ലോയീസ് ഉണ്ട്? ഞങ്ങൾക്ക് 690
690 പേർക്ക് നമ്മൾ തൊഴിൽ കൊടുക്കുന്നുണ്ട്. 690 കുടുംബങ്ങൾ നമ്മൾ സാർ അതിൽ ഏറ്റവും കൂടുതൽ അത് സ്കിൽ ലേബേഴ്സ് അല്ല, സ്കിൽഡ് ആവാത്ത ആൾക്കാരാണ്. അൺസ്കിൽഡ് ഹോട്ടൽ ഇൻഡസ്ട്രിയാണ്. ഹോട്ടൽ ഇൻഡസ്ട്രി അതേ പറ്റൂ, പ്രത്യേകിച്ച് ഞങ്ങളെ പോലെയുള്ള ഇൻഡസ്ട്രി. സതീഷ് നാട് വിട്ട് താങ്കളൊരു വളരെ സാധാരണക്കാരനായ മനുഷ്യനാണ്, പച്ചയായ മനുഷ്യനാണ്. ഇവിടെ വന്ന് വിജയം നേടിയ ഒരാളാണ്. എത്രയോ സംരംഭകർ നാട്ടിൽ ദുബായിൽ വന്ന്, UAE വന്ന്, GCCയിൽ വന്ന് സംരംഭം തുടങ്ങണമെന്നൊക്കെ ആഗ്രഹിക്കുന്നവരുണ്ട്. അവരിവിടെ ഒരു സംരംഭം തുടങ്ങണമെങ്കിൽ, അതും പ്രത്യേകിച്ച് റെസ്റ്റോറൻറ്റ് ഫീൽഡ് നമ്മൾ കാണാറുണ്ട്. റെസ്റ്റോറൻ്റ് ഒരു പ്രത്യേകത, തുടങ്ങുന്നു അടയ്ക്കുന്നു. അപ്പം അത് ഇവിടെ വന്ന് വിജയിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഈ എല്ലാ സ്പീക്കിലും എല്ലാവരും പറയുന്നൊരു കാര്യമുണ്ട്, സത്യസന്ധയും ആത്മാർത്ഥമായ ഹാർഡ് വർക്കും. ഇത് രണ്ടും ഏറ്റവും കൂടുതൽ ആവശ്യം ഈ ഫീൽഡിനാണ്. നമ്മൾ ഇവിടെ വന്ന് ചെയ്യുമ്പോൾ നമ്മൾ ഒരു സ്ഥാപനം കണ്ടുകൊണ്ടാണല്ലോ ചെയ്യുന്നത്. ഒരു സ്ഥാപനത്തിൻ്റെ ഗ്രോത്ത് കണ്ടുകൊണ്ട് മറ്റൊരു സ്ഥാപനം ഓപ്പൺ ചെയ്യാൻ പോകരുത്. അതെത്ര വലിയവനായാലും, റെസ്റ്റോറൻറ്റ് പ്രത്യേകിച്ചും. റെസ്റ്റോറൻറ്റ് ഒരുപാട് കൈപ്പേറിയ അനുഭവമുണ്ട്. റെസ്റ്റോറൻറ്റിൽ നമുക്ക് തൊട്ട അനുഭവം, എക്സ്പീരിയൻസ് ഇല്ലാതെ ആ ഫീൽഡിലേക്ക് ഇറങ്ങരുത്. അത് പഠിക്കണം. ഒരു ദിവസം പഠിച്ചാൽ പോരാ, ഒരു മാസം പഠിക്കണം. അതിൻ്റെ അകത്ത് നിന്ന് എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഉത്തമ ബോധ്യവും തൻ്റേതായ ഒരു 10 വർഷം അതിലേക്ക് മാറ്റിവെക്കാൻ, അതായത് വിത്തൗട്ട് ഫാമിലി എവറിത്തിങ്, ഒന്നുമില്ലാതെ ഒരു സന്യാസിയെ പോലെ ഇറങ്ങാൻ തയ്യാറുണ്ടെങ്കിൽ സക്സസ് ആക്കാൻ പറ്റും. ഇവിടെ ബാക്കി ഏത് ഇൻഡസ്ട്രിക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഞാനൊരു TV കാണുമെങ്കിൽ പോലും അത് വീട്ടിൽ കൊണ്ട് ഇൻസ്റ്റാൾ ചെയ്തിട്ട് അതിന് കംപ്ലയിൻ്റ് ഉണ്ടെന്ന് അറിയുന്നുള്ളൂ. വിത്തിൻ സെക്കൻഡ്സ് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഫീഡ്ബാക്ക് ലൈവാണ്. അതെ, ഇനി അതൊരു പ്രത്യേകതയുണ്ട്. ഭക്ഷണം നല്ലതാണെങ്കിലും അവിടെ സർവീസ് മോശമാണെങ്കിലും അവിടെ നെഗറ്റീവ് വീണ് കഴിഞ്ഞു. സെൻസിറ്റീവാണ്. അതെ, റെസ്റ്റോറൻറ്റ് ബിസിനസ് അല്ല, റെസ്റ്റോറൻറ്റ് ഫീൽഡിൽ, ഞങ്ങളുടെ റെസ്റ്റോറൻറ്റിൽ ഞാൻ എൻ്റെ റെസ്റ്റോറൻറ്റ് നിന്നാണ് എല്ലാ ദിവസവും ഭക്ഷണം കഴിക്കുന്നത്. എൻ്റെ വീടുണ്ടെങ്കിലും ഒരു നേരമെങ്കിലും, എൻ്റെ ഒരു പാട്ടുണ്ട് അങ്ങനെ, ഒരു നേരമെങ്കിലും എൻ്റെ റെസ്റ്റോറൻറ്റ് ഭക്ഷണം കഴിക്കാതെ ഒരു ദിവസം എനിക്ക് ഉണ്ടാവാറില്ല. ഞങ്ങൾ പാർട്ട്നേഴ്സ് അതുപോലെ. ഞങ്ങളാണ് ആദ്യം ഭക്ഷണം കഴിച്ചതെങ്കിൽ, ഇന്നത്തെ മീൽസ് കഴിച്ചതെങ്കിൽ ആ മീൽസിൻ്റെ ഉത്തരവാദി ഞാനാണ്. അതായത് ഭക്ഷണം, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നമുക്ക് നല്ല രീതിയിൽ കഴിക്കാനും ടേസ്റ്റ് നോക്കാനും, നമ്മൾ ടേസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രമേ മറ്റുള്ളവർക്ക് വിളമ്പാൻ പാടുള്ളൂ. അതിന് നമുക്കൊരു പ്രത്യേക R&D വിങ് ഉണ്ട്, ഒരു ടീമുണ്ട്. ഒരു റെസ്റ്റോറൻറ്റിൽ 3-4 പേരുണ്ട് ഇത് ചെക്ക് ചെയ്യാനൊക്കെ. പിന്നെ അത് ഈ ഗ്രേവി മറ്റു കാര്യങ്ങളൊക്കെ അതാണ് കോമൺ ആയിട്ട് ഞങ്ങൾക്കൊരു പദവി ഈ മാർക്കറ്റിൽ കിട്ടാനുള്ള കാരണം. പിന്നെ വരുന്നത് ചില ഇതിനകത്ത് ഉപയോഗിക്കുന്ന ഹാർഡ് ഇൻഗ്രീഡിയൻസ്, അതായത് ഫിഷ്, വെജിറ്റബിൾ, അത് അതിൻ്റേതായ ചില പ്രശ്നങ്ങളുണ്ടാവും. എല്ലാ റെസ്റ്റോറൻറ്റ്സിനും കോമൺ ആയിട്ട് ഉണ്ടാകുന്നത്. അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അല്ലാതെ മറ്റു കാര്യങ്ങളൊന്നും വലിയ പ്രശ്നങ്ങളുണ്ടാവില്ല. സതീഷ്, ഇന്ന് 12 അത് പിന്നെ ഇനിയും കൂടുകയാണ്. ഭാവി സ്വപ്നങ്ങൾ എന്തൊക്കെയാണ്? അല്ല, ഇനിയും ഒരുപാട് എന്നോട് ഞാൻ ഈ സ്ഥാപനത്തിൻ്റെ കരുത്ത് ഈ സ്ഥാപനത്തിൻ്റെ സ്റ്റാഫാണ്. നമുക്ക് ഒരുപാട് സ്റ്റാഫുണ്ട്. നമ്മളിപ്പോൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ, ദുബായിലുള്ള കഴിവുള്ള ഈ 300 സ്റ്റാഫിൽ കഴിവുള്ള സ്റ്റാഫുണ്ട്. അവരെ നമ്മൾ ഇവിടെ പിക്ക് ചെയ്തിട്ട് മറ്റു സ്ഥലത്ത് സ്ഥാപനം തുറക്കുകയാണ്. അവരെ മാനേജറാക്കിക്കൊണ്ട്. അപ്പോൾ അവരെ സപ്പോർട്ട് ചെയ്യാൻ മറ്റുള്ള എല്ലാ സംവിധാനം കൊടുക്കും. അവരെ സപ്പോർട്ട് ചെയ്യാൻ ചിലപ്പോൾ അതിലും കപ്പാസിറ്റിയുള്ള ആൾ അസിസ്റ്റൻറ്റ് മാനേജറായിട്ട് വെക്കും. അതിലും കപ്പാസിറ്റിയുള്ള സിസ്റ്റം നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ട്. അങ്ങനെ ചെയ്തുകൊണ്ടാണ് നമ്മൾ മറ്റു സ്ഥലങ്ങൾ തുറക്കാൻ പോകുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങളുടെ ആ ഒരു പ്രസൻസ് ഇവരിലൂടെ കാണിക്കാൻ പറ്റും. ഞങ്ങൾ ഫിനാൻഷ്യലി വളരെ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ. അതെ, ഫിനാൻഷ്യലി ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഇന്നും ഞങ്ങളുടെ റെസ്റ്റോറൻറ്റ് ഞങ്ങൾ പറ്റുന്ന സാലറി പോലെയുള്ള ഒരു ലംസം എമൗണ്ട് അല്ലാതെ ഞങ്ങൾക്ക് ഇവിടെ നമ്മൾ ഫണ്ട് എടുത്ത് നാട്ടിൽ കൊണ്ട് റിയൽ എസ്റ്റേറ്റ് അതിൽ നിന്ന് വാങ്ങുമ്പോൾ സാലറി ഫണ്ട് കിട്ടി സാലറി വാങ്ങുന്ന ഒരു പരിപാടി ഞങ്ങൾക്കില്ല. ബിസിനസ് തന്നെയാണ് പണം കിടക്കുന്നത്. അതെ, ബിസിനസ് തന്നെയാണ്. സാലറിയോട് കൂടി ഡിസിപ്ലിനോട് കൂടി ജീവിക്കും. അതെ, നിങ്ങളുടെ വിജയം. ഞങ്ങൾ 3 പേരും, ഞങ്ങൾ ഇൻവെസ്റ്റേഴ്സും അതുപോലെ തന്നെ ഞങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സാണ് ഞങ്ങൾക്കുള്ളത്. ഏറ്റവും നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് മോഡൽ എന്ന് പറയുന്നത് ഫ്രാഞ്ചൈസി ഉണ്ട്, അവർ ഇൻവെസ്റ്ററുമാണ്, അത് പാർട്ട്ണർഷിപ്പ്. ഞങ്ങൾ ഫ്രാഞ്ചൈസി മോഡലാണ്. ഫ്രാഞ്ചൈസി മോഡൽ എന്ന് പറഞ്ഞാൽ ഞങ്ങളാണ് സാധാരണ ഫ്രാഞ്ചൈസി മോഡൽ നിങ്ങൾക്ക് പേര് തന്ന് നിങ്ങൾക്ക് റൺ ചെയ്യാം. ഞങ്ങളുടെ ഫ്രാഞ്ചൈസി മോഡലിൽ ഞങ്ങളാണ് ഫ്രാഞ്ചൈസി റൺ ചെയ്യുന്നത്. ഞങ്ങൾ ഫ്രാഞ്ചൈസി റൺ ചെയ്യുക മാത്രമല്ല, ഞങ്ങളതിൽ ഇൻവെസ്റ്റ് ചെയ്യുകയും കൂടെ ചെയ്യും. ഒരു സർട്ടൻ % ഞങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യും. അപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്ക് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവില്ലല്ലോ. എൻ്റെ ഇൻവെസ്റ്റ്മെൻ്റ് അതിൽ ഉണ്ടാവുമല്ലോ, ഞങ്ങളുടെ ഇൻവെസ്റ്റ്മെൻ്റ് അതിൽ ഉണ്ടാവുമല്ലോ. കാലിക്കറ്റ് നോട്ട്ബുക്ക് എന്ന് പറയുന്ന ഈ പ്രസ്ഥാനത്തിൻ്റെ വളർച്ച ഒന്ന് നിങ്ങളുടെ 3 പേരുടെയും സൗഹൃദവും കൂട്ടായ്മയാണ്. അതെ, ഇൻവെസ്റ്റേഴ്സിൽ നിങ്ങൾക്കുള്ള വിശ്വാസമാണ്. കസ്റ്റമേഴ്സ് നിങ്ങളുടെ ഭക്ഷണം രുചിയോടുകൂടി ഇഷ്ടപ്പെട്ട് 80% വീണ്ടും വരുന്നത് എന്നുള്ളത് കൊണ്ടുമാണ്. അതുകൊണ്ട് തന്നെ ഇത് ഇനി ഉയരങ്ങളിലെത്തുന്നുള്ള പൂർണ്ണ വിശ്വാസം സതീഷിനുണ്ട്. വളരെ സന്തോഷം ഇങ്ങനെയൊരു പ്രോഗ്രാമിൽ ഷമീം ഭായിൻ്റെ കൂടെ ഇരിക്കാനും
ആദ്യമായി ഇങ്ങനെ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കാനും കഴിഞ്ഞതിൽ വളരെ സന്തോഷം. നിങ്ങൾ കേട്ടു സതീഷ്. കാലിക്കറ്റ് നോട്ട്ബുക്ക് എന്ന് പറയുന്ന ആ പ്രസ്ഥാനം അറിയാത്തവരാരും ഉണ്ടാവില്ല. മലയാളികൾ നെഞ്ചിലേറ്റിയ ഒരു ബ്രാൻഡാണ്. ഭക്ഷണപ്രിയർക്ക് ഫേവറേറ്റ് സ്ഥലവുമാണ്. അദ്ദേഹം വെറും ഹോട്ടലിൽ ഒരു ഡങ്കറ്റ് ബോയ് ആയിട്ടുള്ള തുടക്കമാണ്. പക്ഷെ അവിടെ നിന്ന് വലിയ സ്വപ്നങ്ങളായിരുന്നു. എന്ത് സംരംഭത്തിൽ നമ്മൾ ഇറങ്ങുമ്പോഴും അതിനെക്കുറിച്ച് ഭംഗിയായി അറിവുള്ള കഴിവുള്ള ഒരു മേഖല തിരഞ്ഞെടുക്കണം എന്നുള്ളത് തന്നെയാണ്. കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും അദ്ദേഹം ദുബായിലെത്തിയെങ്കിലും പല കർമ്മമേഖല ചെയ്തു നോക്കിയെങ്കിലും അവസാനം എത്തിപ്പെട്ടത് അദ്ദേഹത്തിന് പ്രിയപ്പെട്ട ഭക്ഷണത്തിൽ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ 2 സുഹൃത്തുക്കൾ, അവർ 3 പേരും ഒരേ വേവ് ലെങ്ത് ഉള്ള ഒരേ രീതിയിൽ ചിന്തിക്കുന്ന പാർട്ട്നേഴ്സാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ഇൻവെസ്റ്റേഴ്സിന് കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടായില്ല. അവരൊരു സ്ഥാപനം തുടങ്ങുന്നു. ശ്രദ്ധിക്കണം, റെസ്റ്റോറൻറ്റ് ബിസിനസ് 7 ദിവസം കൊണ്ട് അവരത് ബ്രേക്ക് ഈവൺ ആക്കി. ROI, റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് കാര്യമല്ല പറയുന്നത്, ബ്രേക്ക് ഈവൺ ആക്കി. ആ ബ്രേക്ക് ഈവൺ ആക്കിയ സ്ഥാപനം ഒന്നിലൊതുങ്ങിയില്ല. അത് വളർന്ന് 12-ലായി. ഇനിയും അത് ബ്രാഞ്ചുകൾ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ വിജയത്തിൻ്റെ പിന്നിൽ കഠിനാധ്വാനമുണ്ട്, സെൽഫ് ഡിസിപ്ലിൻ ഉണ്ട്. അവർ പണമെടുത്ത് ഇതിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോകുന്നില്ല. അവിടെ തന്നെ ഇട്ടുകൊണ്ട് ഇൻവെസ്റ്റേഴ്സിന് അവരെ ട്രസ്റ്റ് കൂടുകയാണ്. സർവീസ് ഇൻഡസ്ട്രിയാണ്. നല്ല ഭക്ഷണത്തിനോടൊപ്പം നല്ല സർവീസ് കൊടുക്കാൻ അവർ ശ്രദ്ധിക്കുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് അഭിമാനിക്കാം, 690 പേർക്ക് തൊഴിൽ കൊടുക്കുന്ന ഒരു പ്രസ്ഥാനമായി കാലിക്കറ്റ് നോട്ട്ബുക്ക് എന്ന ഈ പ്രസ്ഥാനം ദുബായിലൂടെ വളർന്ന് പന്തലിച്ചു. നമ്മുടെ നാട്ടിലും ഇതിൻ്റെ ബ്രാഞ്ചസ് ഉണ്ട്. ഇത്തരം സംരംഭങ്ങളും സംരംഭകരും ഒക്കെ നമ്മുടെ നാട്ടിലുണ്ടാവട്ടെ. ഒരു മിഡിൽ ഈസ്റ്റ് എപ്പിസോഡിൽ നമുക്ക് സ്പാർക്കിൻ്റെ ഈ വേദിയിൽ സതീഷ് നോട്ട്ബുക്കിനെ കിട്ടിയത് നമ്മുടെ ഭാഗ്യമാണ്. ഇതിൽ നിന്ന് കിട്ടിയ വ്യക്തികൾ സംരംഭകരും സംരംഭമോഹികളും ഉപയോഗിക്കുക. സതീഷ്, വളരെ സന്തോഷമുണ്ട്. താങ്കളെപ്പോലെ ഞാൻ പരിചയപ്പെട്ട സമയം തൊട്ട് ഇവിടെ ഹോട്ട് സീറ്റ് എൻ്റെ മനസ്സിലുണ്ട്. ഇത്ര പെട്ടെന്ന് മിഡിൽ ഈസ്റ്റിൽ ദുബായിൽ ഇരുന്നുകൊണ്ട് നമ്മുടെ ഫിറോസ് അബ്ദുള്ളയുടെ ഈ സ്റ്റുഡിയോയിൽ ഇരുന്നുകൊണ്ട് സംസാരിക്കുന്നത് ഞാൻ ചിന്തിച്ചില്ല. താങ്ക് യു സോ മച്ച്. ഇനി ഉയരങ്ങളിലെത്തട്ടെ താങ്കളുടെ കാലിക്കറ്റ് നോട്ട്ബുക്ക്. ഈ സൗഹൃദം തുടരട്ടെ. നമുക്ക് വലിയ ബ്രാഞ്ചുകളൊക്കെ ആയി ലോകം അറിയപ്പെടുന്ന ഒരു വലിയ റെസ്റ്റോറൻറ്റ് ചെയിനായി തീരട്ടെ എന്ന് ഞാൻ എൻ്റെ വ്യക്തിപരമായ പേരിലും സ്പാർക്കിൻ്റെ എല്ലാ പ്രേക്ഷകരുടെ പേരിലും എല്ലാ ആശംസകളും.